ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ജോലി തിരക്ക് കൊണ്ട് കുറച്ച് ഡിലേ ആയെങ്കിലും യാത്ര ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഞങ്ങൾ ആദിയോഗിയിലേക്കാണ് പോകുന്നത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 7:15 ട്രെയിന് കോയമ്പത്തൂരിൽ പോടന്നൂർ എന്ന സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരും അവരുടെ ഫാമിലിയുമായിട്ടാണ് ഇന്നത്തെ ട്രിപ്പ്. നമ്മുടെ യാത്രയിൽ ഒരു ചേട്ടൻ സുഖമില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. ആള് ഇരുന്ന് നിരങ്ങിക്കൊണ്ട് ഒരു ചൂലുമായിട്ടാണ് വന്നത്. ആള് ട്രെയിനിൽ എല്ലായിടത്തും അടിച്ചു വാരുന്നുണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടെല്ലാം നല്ല വൃത്തിയാക്കി തന്നെ തന്നു. എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടോ, ആൾക്കൊരു സുഖമില്ലാത്ത ആളാണല്ലോ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. എല്ലാവരും പൈസ കൊടുത്തു, ഞങ്ങളും കൊടുത്തു പൈസയെല്ലാം. ഈ ചേട്ടൻ പോയതിന്റെ പുറകെ മറ്റൊരു സ്ത്രീ വന്നു. അവരും ഇതേപോലെ തന്നെ ഒരു ചൂല് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നല്ലാതെ പുള്ളിക്കാരത്തി അടിക്കുന്നു വരുന്നൊന്നുമില്ല. പുള്ളിക്കാരത്തി ട്രെയിനിൽ നടന്നു കയറിയിട്ട് പെട്ടെന്നങ്ങി ഇരുന്നു, പിന്നങ്ങി നിരങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ കള്ളത്തരം, ഇതാണ് ഇവരുടെ കള്ളത്തരം എന്നുള്ളത്. പുള്ളിക്കാരത്തി കയ്യിലൊരു ചൂല് പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിച്ചുവാരും ഒന്നും ചെയ്തില്ല. ക്യാഷിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പുള്ളിക്കാരത്തി ഒരു സൈഡിലേക്ക് പതുങ്ങി നിന്ന് നോക്കുന്നുണ്ട്. എന്താലേ മനുഷ്യരിങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിയും കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കൂടിയിരുന്ന് കഴിച്ചു. നമ്മൾ പോടന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് 2 സ്ഥലത്തേക്ക് നമ്മൾ ബസ് കയറേണ്ടതായിട്ട് വന്നു. ഉക്കടം എന്ന സ്ഥലത്തു നിന്നും പിന്നെ അവിടെ നിന്ന് നമ്മൾ ഗാന്ധിപുരത്തേക്കും. ഗാന്ധിപുരത്ത് എത്തി നമ്മൾ അവിടെ നിന്നാണ് ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കഴിച്ചത്. നല്ല മീൽസ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. അവിടുത്തെ ബിരിയാണി ഒന്നും കാണുമ്പോൾ നമുക്കങ്ങനെ കഴിക്കാനായിട്ട് തോന്നില്ല. അതുകൊണ്ട് ബിരിയാണി ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ മീൽസ് എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഗാന്ധിപുരത്ത് നിന്നും ആദിയോഗിയിലേക്ക് നമ്മൾ ബസ്സിലാണ് പോയത്. ഒരാൾക്ക് 50 രൂപയാണ് നിരക്ക് വരുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം ബസ് യാത്രയുണ്ട്. നമ്മളൊരു 2:30 ആയപ്പോൾ ആദിയോഗിയിലെത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരു എൻട്രൻസിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് നമുക്ക് ക്യാമറ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവിടെ ഒരു യോഗ സെന്ററും പ്രാർത്ഥനാ കേന്ദ്രവുമാണ്. അതിനകത്തേക്ക് നമ്മുടെ ബാഗ് പോലും ഒന്നും തന്നെ കയറ്റാൻ അവർ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ മൊബൈലെല്ലാം അവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് പ്രാർത്ഥനാ കേന്ദ്രവും അതുപോലെ തന്നെ സ്നാന കേന്ദ്രവും ഉണ്ട് കേട്ടോ. നമുക്ക് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട്. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരൊക്കെ അതിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. വളരെ നല്ലതായിരുന്നു. നല്ല ചൂട് സമയമായതുകൊണ്ട് നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് ആ സ്നാനം കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ നേരെ ആദിയോഗിയിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആദിയോഗിയിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാളവണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ നടന്ന് തന്നെയാണ് പോയത്. അവിടെ ഒട്ടക സവാരിക്കായിട്ട് ആളുകളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ ആദിയോഗിയുടെ ഒരു ഫോട്ടോ എടുക്കുന്നെങ്കിൽ തന്നെ വൈഡ് ആംഗിളിൽ ഇട്ടിട്ടാണ് നമുക്കിത് എടുക്കാൻ, വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും പറ്റിയിട്ടുള്ളത്. കാരണം അത്ര വലുതാണ്, നമുക്കതിൽ ക്യാപ്ചർ ചെയ്യാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്ര വലിയൊരു രൂപം തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ആളുകൾ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഏക്കർ കണക്കിന് സ്ഥലം വേറെ ഒന്നും തന്നെ അവിടെ ഇല്ല. രാത്രി ഒരു 7 മണി തൊട്ട് 7:30 വരെയാണ് അവിടെ ലൈറ്റ് ഷോ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും. ലൈറ്റ് പോകുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും തന്നെ ആളുകളുടെ നല്ല തിരക്കായിരുന്നു.
ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് എല്ലാവരും സ്ഥാനമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കാറാണ് വെക്കുന്നത്. നല്ല മഴ പെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്ര ഇരുണ്ടുകൂടി മഴക്കാറെല്ലാം വെക്കുന്നുണ്ടായിരുന്നു. ലൈറ്റ് ഷോ ആരംഭിക്കുന്നതിന് മുന്നേ കുറച്ച് പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴക്കാറ് ഇങ്ങനെ വെക്കുന്നു, ഇടിമിന്നലും മഴയൊക്കെ പെയ്യുന്നുണ്ട്, ചെറിയ ചാറലൊക്കെ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. എങ്കിലും എല്ലാവരും അക്ഷമരായി അവിടെ തന്നെ ഇരുന്നു. ലൈറ്റ് ഷോ തുടങ്ങുന്നവരെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈറ്റ് ഷോ ഒരു മുക്കാഭാഗം ആകുന്നതിന് മുന്നേ തന്നെ മഴ നമ്മളെ ചതിച്ചു ഗൈസ്. അത്ര മഴയായിരുന്നു, ഭയങ്കര മഴ. നമുക്ക് കയറി നിൽക്കാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഞങ്ങൾ ഈ നിൽക്കുന്നത് പോലും ബാത്റൂമിൻ്റെ സൈഡിലാണ്. അത്രയേ ഉള്ളൂ സ്പേസ്. അവിടെ നിന്ന് എല്ലാവരും മഴ നനഞ്ഞു എന്ന് പറയാലോ. പിന്നീട് ഒരു ഫോട്ടോയോ വീഡിയോയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ മഴ മാറി അപ്പം തന്നെ ഇറങ്ങി ഓടി അടുത്ത ബസ്സിൽ കയറി സ്ഥലം വിട്ടു.